വെൽക്കം ബാക്ക് ടു എഡ്യൂആല 2.0. +2 കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ സ്റ്റുഡൻസ് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട ഒരു 30 ഷുവർ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ചാപ്റ്റർ വൈസ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ ചാപ്റ്റർ വൈസിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് നമ്മളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 മാർക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിന് മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡിസൈഡ് ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ +2 കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിൽ നമുക്ക് 60 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. ഇതിൽ ചിലതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാം ആകുമ്പോൾ ചിലതൊക്കെ പഠിച്ചിട്ടുണ്ടാവാം. പക്ഷേ എങ്കിലും തിയറി മാർക്ക് വാങ്ങാന്ന് പറയുന്നത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് വളരെയധികം ഡിഫിക്കൽട്ടാണ്. കാരണം ഇത് എക്സാക്റ്റ് ആൻസർ തന്നെ നമ്മൾക്ക് അറിയണം. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് അരിച്ച് വരക്കി പഠിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 30 മാർക്കിൻ്റെ 30 ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കി നോക്കാം, ഓരോന്നും എത്ര മാർക്കിൻ്റെയാണെന്ന് മിസ് പറയുന്നുണ്ട്. മോഡൽ പ്രോഗ്രാമിങ്ങും അതിൻ്റെ ബെനിഫിറ്റ്സും 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അതുകൊണ്ട് 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. 3 മാർക്ക്, 5 മാർക്ക്, 2 മാർക്ക്. കാരണം 5 മാർക്കിൻ്റെ 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് ചോദിക്കാറുള്ളൂ. ബാക്കിയെല്ലാം കൂടുതലും 3ഉം 2 മാർക്കിനായിരിക്കും കേട്ടോ. ദെൻ എനി 3 ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഇൻ ജാവാസ്ക്രിപ്റ്റിൻ്റെ പാടാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് 3 ഉണ്ട്. ഷെയർ ഡെഡിക്കേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള 3 എണ്ണം. Then fundamental 3 operations and relational algebra. Explain the 2 types of list in HTML. Define the term cyber forensics and infomania. ഇതൊക്കെ നമ്മൾ മിസ് ചെയ്തിരിക്കുന്നത് 2 മാർക്കിനും 3 മാർക്കിനും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് മിസ് നിങ്ങളെ അത് കഴിഞ്ഞ വീഡിയോയിൽ 3 മാർക്കിൽ ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ വൈസിൽ പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിലും നോക്കി അതിൻ്റെയൊക്കെ ആൻസേഴ്സ് കിട്ടും. ദെൻ റൈറ്റ് ദ 2 മെത്തേഡ്സ് ഓഫ് ഇൻക്ലൂഡിങ് സ്ക്രിപ്റ്റ്സ് ഇൻ HTML ഡോക്യുമെന്റ്. നമുക്ക് ഇത് 3 എണ്ണമാണ്. ഇൻസൈഡ്, അതുപോലെ തന്നെ ഔട്ട്സൈഡ്, ഇതിന് എക്സ്റ്റേണൽ ഫയലായിട്ട് യൂസ് ചെയ്യാം. ഹെഡിൻ്റെ ഉള്ളിലും ഒക്കെ നമുക്ക് ടാഗുകൾ യൂസ് ചെയ്തിട്ട് സ്ക്രിപ്റ്റുകൾ ആഡ് ചെയ്യാം. അതിൻ്റെ 3 എണ്ണത്തിൽ 2 എണ്ണം നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ കമ്പയർ സ്റ്റാറ്റിക് ഡൈനാമിക് വെബ് പേജസ്. സ്റ്റാറ്റിക് വെബ് പേജസും ഡൈനാമിക് വെബ് പേജും നമ്മളെ ഡിഫറൻസ് പഠിക്കണം. 3 പോയിന്റ് ഉണ്ടായിരിക്കണം. മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ്. ഫ്രീ വെബ് ഹോസ്റ്റിംഗ്, സാധാരണ ഫ്രീ വെബ് ഹോസ്റ്റിന്റെ മെറിറ്റ് ആണ് നമ്മളോട് ചോദിക്കാറുള്ളത്. രണ്ടും കൂടി ഒരുമിച്ച് ചോദിക്കുമ്പോൾ അത് 3 മാർക്കിലേക്ക് പോകും. ദെൻ ഡിഫൈൻ ഡാറ്റ ഇൻഡിപെൻഡൻസ് ആൻഡ് ഡിഫറെൻറ്റ് ലെവൽസ്. ഡാറ്റ ഇൻഡിപെൻഡൻസും അതിൻ്റെ ഡിഫറെൻറ്റ് ലെവൽസുകൾ 3 മാർക്കിൻ്റെ ചോദ്യമാണ്. CMS എന്താണ്, അതിൻ്റെ എനി എക്സാമ്പിൾ. CMF കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്താണെന്നും ഏതെങ്കിലും 2 എക്സാമ്പിൾസും. ദെൻ ജംപ് സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ എനി 2 എക്സ്പ്ലെയിൻ. നമുക്ക് ഏതെങ്കിലും 2 ജംപ് സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. സെൽ ബൈ വാല്യൂ റഫും അതുപോലെ സെൽ ബൈ റെഫറൻസും തമ്മിലുള്ള ഡിഫറൻസ് 3 മാർക്കിന് ചോദിക്കാറുണ്ട്. ഡിഫറൻസുകളെല്ലാം നമുക്ക് 3 മാർക്കിലാണ് ചോദിക്കാറ്. സോ 3 സെന്റൻസ് എങ്കിലും നിങ്ങൾ എഴുതണം കേട്ടോ. ദെൻ നെയിം ദ 3 എസെൻഷ്യൽ ടാഗ് ഫോർ ക്രിയേറ്റിംഗ് ടേബിൾ ഇൻ HTML. ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ HTML ടാഗിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഏതെങ്കിലും എസെൻഷ്യൽ ആയ 3 ടാഗുകൾ എഴുതുക. അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതണം. എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ 1-2 സെന്റൻസ് ആണ് കേട്ടോ. ദെൻ DBMSന്റെ അഡ്വാൻറ്റേജസ്, DLL, DDL, DCL. DML, DDL, DCL ഇത് 3 മാർക്കിൻ്റെ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാനും അത് എഴുതണം. റൈറ്റ് ഇൻ SQL കോഡ് ഫോർ ക്രിയേറ്റിംഗ് ടേബിൾ സ്റ്റുഡൻറ്റ്. ഈ സ്റ്റുഡൻറ്റ് എന്ന പേര് പറഞ്ഞിട്ടുള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് 5 മാർക്കിലേക്കും പോവാം, 3 മാർക്കിലേക്കും പോവാം. 5 മാർക്കിലേക്ക് പോവുക എത്രയാണെന്ന് വെച്ചാൽ അവർ അഡ്മിഷൻ നമ്പർ, സെക്സ് അതൊക്കെ തരും. നമുക്ക് കോളം ഹെഡിങ്ങുകളൊക്കെ തന്നു കഴിഞ്ഞിട്ടാവും നമ്മളോട് എന്ത് പറയാം, നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയാം. സോ അങ്ങനെയാണെങ്കിൽ അത് 5 മാർക്കിന് പോകും. അതല്ല എങ്കിൽ നമുക്കത് 3 മാർക്കിലേക്കാണ് പോവുക കേട്ടോ. ദെൻ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും തമ്മിലുള്ള ഡിഫറൻസ് 3 മാർക്കിന് വേണ്ടി പഠിക്കണം. ദെൻ യൂസ് ഓഫ് ഫ്രെയിം സെറ്റ് ടാഗ് ഇൻ HTML 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് എഴുതാനായിട്ട് 2 മാർക്ക്. അങ്ങനെ 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ഫ്രെയിം സെറ്റ് ടാഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ആട്രിബ്യൂട്ട്സ്. VPS എന്താണ്, 2 മാർക്കിന്. VPS 2 മാർക്കിന്. VPS വിർച്വൽ പ്രൈവറ്റ് സെക്ടർ ആണ്. അതിൻ്റെ ഫുൾ ഫോം എഴുതുന്നതിന് 1 മാർക്ക്, അതെന്താണെന്ന് 1 മാർക്ക്. ദെൻ എക്സ്പ്ലെയിൻ ദ പ്രൈമറി കീ കൺസ്ട്രെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ. എന്താണ് പ്രൈമറി കൺസ്ട്രെയിൻ എന്നും അതേപോലെ അതിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്താൽ 2 മാർക്കിന്. മെറിറ്റ്സ് ഓഫ് ERP സിസ്റ്റം, അതായത് ERP എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ മെറിറ്റുകൾ. കമ്പോണൻസ് ഓഫ് എ ലൂപ്പിൻ്റെ 4 കമ്പോണൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഡാറ്റ ടൈപ്സ് ഇൻ C++.
C++ലെ ഡാറ്റ ടൈപ്പുകൾ ഏതൊക്കെയാണ്? റൈറ്റ് ദ 3 attributes ഓഫ് ഇൻപുട്ട് ടാഗ്. ഇൻപുട്ട് ടാഗിലെ ആട്രിബ്യൂട്ട്സുകൾ ഏതാണ്? ദെൻ പിന്നീട് നമ്മൾ പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓപ്പറേഷൻ എന്താണെന്ന് ചോദിക്കും നമ്മളോട്. അത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓപ്പറേഷൻ ക്രോസ് ബൈ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു 3-4 സെൻറ്റൻസ് എഴുതണം 2 മാർക്കിൽ ചോദിക്കുമ്പോൾ. ഇതൊക്കെ നിങ്ങൾ ആദ്യം പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഏറ്റവും ആദ്യം നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടില്ല, ഇതൊക്കെ എനിക്കറിയാമോ എന്ന് നോക്കാം. ഇതിൽ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് മാത്രമാണ് മിസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ ഡാറ്റ ടൈപ്സ്, ഓപ്പറേറ്റേഴ്സ് ഇൻ C++ എല്ലാം ഉണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഇൻ C++, ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സുകൾ, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, അതെല്ലാം കൂടാതെ അതൊക്കെ നിങ്ങൾ എങ്ങനെ ഒരു നാലെണ്ണം പഠിക്കും. അതെല്ലാം കൂടാതെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു 30 ഷുവർ ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും വൈകാതെ തന്നെ എത്രയും വേഗം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.